ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 28-ാം അധ്യായം. ജെറമിയായും ഹനനിയായും. ആ വർഷം തന്നെ യൂദാ രാജാവായ സെദക്കിയ ഭരണം തുടങ്ങി 4-ാം വർഷം 5-ാം മാസം ആസൂറിൻ്റെ പുത്രനും ഗിബയോണിലെ പ്രവാചകനുമായ ഹനനിയ ദേവാലയത്തിൽ വച്ച് പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും സാന്നിധ്യത്തിൽ എന്നോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ബാബിലോൺ രാജാവിൻ്റെ നുകം തകർത്തു കളയും. ബാബിലോൺ രാജാവ് നബുക്കദ്നേസർ ദേവാലയത്തിൽ നിന്ന് ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയ എല്ലാ ഉപകരണങ്ങളും 2 വർഷത്തിനകം ഞാൻ തിരികെ കൊണ്ടുവരും. യൂദാ രാജാവായ യഹോയാക്കിമിൻ്റെ പുത്രൻ യക്കോണിയായെയും ബാബിലോണിലേക്ക് കൊണ്ടുപോയ യൂദായിലെ എല്ലാ തടവുകാരെയും ഞാൻ ഇവിടേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ ബാബിലോൺ രാജാവിൻ്റെ നുകം തകർക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ജെറമിയ പ്രവാചകൻ പുരോഹിതന്മാരുടെയും ദേവാലയത്തിൽ കൂടിയിരുന്ന ജനത്തിൻ്റെയും മുൻപാകെ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു, അങ്ങനെ സംഭവിക്കട്ടെ. ദേവാലയത്തിലെ ഉപകരണങ്ങളെയും സകല അടിമകളെയും ബാബിലോണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള നിന്റെ പ്രവചനം കർത്താവ് നിറവേറ്റട്ടെ. എന്നാൽ ഞാനിപ്പോൾ നിന്നോടും ജനത്തോടും പറയുന്ന ഈ വചനം ശ്രവിക്കുക. എനിക്കും നിനക്കും മുൻപ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേക ദേശങ്ങൾക്കും പ്രബല രാഷ്ട്രങ്ങൾക്കുമെതിരായി യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകും എന്ന് പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഹനനിയ പ്രവാചകൻ ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് ജനത്തോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇങ്ങനെ തന്നെ ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ നുകം എല്ലാ ജനതകളുടെയും കഴുത്തിൽ നിന്ന് 2 വത്സരത്തിനകം ഞാൻ ഒടിച്ചു കളയും. അപ്പോൾ ജെറമിയ പ്രവാചകൻ അവിടം വിട്ടുപോയി. ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ഹനനിയ പ്രവാചകൻ നുകം ഒടിച്ചു കളഞ്ഞതിന് ശേഷം ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഹനനിയായോട് ചെന്ന് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നീ മരം കൊണ്ടുള്ള നുകം ഒടിച്ചു കളഞ്ഞു, പകരം ഞാൻ ഇരുമ്പ് കൊണ്ടുള്ള നുകം ഉണ്ടാക്കും. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിനെ സേവിക്കുന്നതിന് അടിമത്തത്തിൻ്റെ ഇരുമ്പ് നുകം ഞാൻ സകല ജനതകളുടെയും കഴുത്തിൽ വച്ചിരിക്കുന്നു. അവരവനെ സേവിക്കും. വയലിലെ മൃഗങ്ങളെപ്പോലും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. അനന്തരം ജെറമിയ പ്രവാചകൻ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു, ഹനനിയ, ശ്രദ്ധിക്കുക, കർത്താവ് നിന്നെ അയച്ചതല്ല. വ്യർത്ഥമായ പ്രത്യാശ നീ ജനത്തിന് നൽകി. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഞാൻ ഭൂമുഖത്തു നിന്ന് നീക്കിക്കളയും. ഈ വർഷം തന്നെ നീ മരിക്കും. എന്തെന്നാൽ നീ കർത്താവിനെ ധിക്കരിക്കാൻ പ്രേരണ നൽകി. ആ വർഷം 7-ാം മാസം ഹനനിയ പ്രവാചകൻ മരിച്ചു. 29-ാം അധ്യായം. പ്രവാസികൾക്കുള്ള കത്ത്. നബുക്കദ്നേസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജെറമിയ പ്രവാചകൻ ജെറുസലേമിൽ നിന്ന് അയച്ച കത്തിൻ്റെ പകർപ്പ്. യക്കോണിയ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യൂദയായിലെയും ജെറുസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോഹപ്പണിക്കാരും ജെറുസലേം വിട്ടുപോയതിനു ശേഷമാണ് ഈ കത്തയച്ചത്. ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിൻ്റെ അടുത്തേക്ക് യൂദാ രാജാവായ സെദക്കിയ അയച്ചവനും ഹിൽക്കിയായുടെ പുത്രനുമായ ഗമറിയായും ഷാഫാന്റെ പുത്രൻ എലാസായും വഴിയാണ് ഈ കത്ത് ബാബിലോണിലേക്ക് അയച്ചത്. കത്തിലെ സന്ദേശം ഇതാണ്: ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിനായി യത്നിക്കുവിൻ. അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും
നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവരുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കരുത്. അവരെൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നത് വ്യാജമാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരും എന്നുള്ള എൻ്റെ വാഗ്ദാനം നിറവേറ്റും. കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് നമുക്ക് ബാബിലോണിൽ പ്രവാചകന്മാരെ തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും നിങ്ങളോട് കൂടെ പ്രവാസത്തിലേക്ക് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ മേൽ യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും അയക്കും. അവരെ ഞാൻ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴത്തിന് തുല്യമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ഞാൻ അവരെ വേട്ടയാടും. ഭൂമിയിലുള്ള സകല ജനതകൾക്കും അവർ ഭീഭത്സ വസ്തുവും ശാപവുമായിരിക്കും. ഞാൻ അവരെ ചിതറിച്ച രാജ്യങ്ങളിലെല്ലാം അവർ സംഭ്രമവും പരിഹാസവും അവജ്ഞയും ജനിപ്പിക്കും. ഇത് എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞാൻ പറഞ്ഞ വാക്കുകളെ അവർ ശ്രവിക്കാതിരുന്നതുകൊണ്ടാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ അവരുടെ വാക്കു കേട്ടില്ല. അതിനാൽ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പ്രവാസികളായി ഞാൻ അയച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. കോലായായുടെ പുത്രൻ ആഹാബും മാസയായുടെ പുത്രൻ സെദക്കിയായും എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു. ഇതാ അവരെ ഞാൻ ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് അവൻ അവരെ വധിക്കും. അവരുടെ അന്ത്യത്തെ ആസ്പദമാക്കി ബാബിലോണിലുള്ള യൂദാ പ്രവാസികൾ ഈ ശാപവാക്യം ഉപയോഗിക്കും. സെദക്കിയായെയും ആഹാബിനെയും ബാബിലോൺ രാജാവ് തീയിൽ ചുട്ടതുപോലെ കർത്താവ് നിന്നോടും ചെയ്യട്ടെ. അവർ അയൽക്കാരുടെ ഭാര്യമാരുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും ഞാൻ കൽപ്പിക്കാതെ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുകയും ചെയ്ത് ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണിത്. ഞാൻ അതറിയുന്നു. ഞാൻ തന്നെ അതിന് സാക്ഷിയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. ശെമായായുടെ പ്രതികരണം. നെഹലാമ്യനായ ശെമായായോട് നീ പറയണം, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. നീ ജെറുസലേമിലുള്ള ജനത്തിനും പുരോഹിതനായ മാസയായുടെ പുത്രൻ സെഫാനിയായ്ക്കും എല്ലാ പുരോഹിതന്മാർക്കും നിന്റെ നാമത്തിൽ കത്തുകൾ അയച്ചു. കർത്താവ് യഹോയാദായ്ക്കു പകരം നിന്നെ പുരോഹിതനാക്കിയത് നീ ദേവാലയത്തിൽ അധികാരിയായിരിക്കുന്നതിനും പ്രവാചക വേഷം കെട്ടുന്ന ഭ്രാന്തന്മാരെ വിലങ്ങുവെച്ച് തടവിലാക്കുന്നതിനും വേണ്ടിയാണ്. എന്നിട്ടും നിങ്ങളുടെ മുൻപിൽ പ്രവാചകനെന്ന് നടിക്കുന്ന അനാത്തോത്തുകാരനായ ജെറമിയായെ ശാസിക്കാത്തതെന്ത്? അതുകൊണ്ടല്ലേ അവൻ ബാബിലോണിലേക്ക് ആളയച്ച് ഈ പ്രവാസം ദീർഘിക്കും, വീട് പണിത് വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലം അനുഭവിക്കുവിൻ എന്ന് പറഞ്ഞത്. പുരോഹിതനായ സെഫാനിയ ജെറമിയ പ്രവാചകൻ കേൾക്കെ ഈ കത്ത് വായിച്ചു. അപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ ആളയച്ച് എല്ലാ പ്രവാസികളോടും പറയുക, നെഹലാമ്യനായ ശെമായായെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അയക്കാഞ്ഞിട്ടും അവൻ നിങ്ങളോട് പ്രവചിക്കുകയും നിങ്ങൾ ആ നുണയിൽ വിശ്വസിക്കാൻ ഇടയാക്കുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നെഹലാമ്യനായ ശെമായായെയും അവൻ്റെ സന്തതികളെയും ശിക്ഷിക്കും. എൻ്റെ ജനത്തിന് ഞാൻ നൽകുന്ന നന്മ കാണാൻ അവരിൽ ആരും അവശേഷിക്കുകയില്ല. 30-ാം അധ്യായം. രക്ഷയുടെ വാഗ്ദാനം.
കർത്താവിൽ നിന്ന് ജെറമിയായ്ക്കുണ്ടായ അരുളപ്പാട്. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക. എന്തെന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യൂദായുടെയും സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു: അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. അവരത് സ്വന്തമാക്കുകയും ചെയ്യും. കർത്താവാണ് ഇത് പറയുന്നത്. ഇസ്രായേലിനെയും യൂദായെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ ഇവയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ ഒരു സ്വരം, സമാധാനത്തിൻ്റേതല്ല, ഭീതിയുടെയും സംഭ്രമത്തിൻ്റെയും നിലവിളി. പുരുഷന് പ്രസവവേദന ഉണ്ടാകുമോ എന്ന് ചോദിച്ചറിയുവിൻ. ഈറ്റുനോവ് പിടിച്ച സ്ത്രീയെപ്പോലെ പുരുഷന്മാരെല്ലാം നടുവിന് കൈകൊടുത്ത് നിൽക്കുന്നതും എല്ലാ മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നതെന്തുകൊണ്ട്? മഹത്തും അതുല്യവുമാണ് ആ ദിവസം. അത് യാക്കോബിന് അനർത്ഥകാലമാണ്, എങ്കിലും അവൻ രക്ഷപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: അന്നു ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല. അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവർക്കു വേണ്ടി ഞാൻ അയക്കുന്ന ദാവീദ് രാജാവിനെയും സേവിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഇസ്രായേലെ, വിസ്മയിക്കേണ്ട. നിന്നെ വിദൂരദേശങ്ങളിൽ നിന്നും നിന്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് ശാന്തി നുകരും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു: ആരുടെ ഇടയിൽ നിന്നെ ചിതറിച്ചോ ആ ജനതകളെയെല്ലാം ഞാൻ നിശ്ശേഷം നശിപ്പിക്കും. നിന്നെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. നീതിപൂർവം ഞാൻ നിന്നെ ശാസിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു: സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു. നിന്റെ മുറിവ് ഗുരുതരമാണ്. നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. നിന്റെ മുറിവിന് മരുന്നില്ല. നിനക്ക് സൗഖ്യം ലഭിക്കുകയുമില്ല. നിന്റെ സ്നേഹിതരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു. അവർ നിന്റെ കാര്യം അന്വേഷിക്കുന്നതേയില്ല. എന്തെന്നാൽ നിന്റെ അസംഖ്യം അകൃത്യങ്ങളും ഘോരമായ പാപങ്ങളും നിമിത്തം ക്ഷതമേൽപ്പിക്കുന്ന ശത്രുവിനെ പോലെയും ക്രൂരമായി ശിക്ഷിക്കുന്നവനെ പോലെയും ഞാൻ നിന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ വേദനയെ ചൊല്ലി എന്തിനു നിലവിളിക്കുന്നു? നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകയില്ല. എന്തെന്നാൽ നിന്റെ അകൃത്യങ്ങൾ അസംഖ്യവും നിന്റെ പാപങ്ങൾ ഘോരവുമാണ്. ഞാനാണ് ഇവയെല്ലാം നിന്നോട് ചെയ്തത്. അതിനാൽ നിന്നെ വധിക്കുന്നവരെല്ലാം വധിക്കപ്പെടും. നിന്റെ ശത്രുക്കൾ ഒന്നൊഴിയാതെ പ്രവാസികളാകും. നിന്നെ കൊള്ളയടിക്കുന്നവർ കൊള്ളയടിക്കപ്പെടും. നിന്നെ കവർച്ച ചെയ്യുന്നവരെ ഞാൻ കവർച്ചയ്ക്ക് വിധേയരാക്കും. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു: അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ? കർത്താവ് അരുളി ചെയ്യുന്നു: യാക്കോബിൻ്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും. അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. നഗരം നാശകൂമ്പാരത്തിൽ നിന്ന് വീണ്ടും പണിയപ്പെടും. കൊട്ടാരം അതിൻ്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും. അവയിൽ നിന്ന് കൃതജ്ഞതാഗീതങ്ങളും സന്തുഷ്ടരുടെ ആഹ്ലാദാരവവും ഉയരും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോവുകയില്ല. ഞാൻ അവരെ മഹത്വമണിയിക്കും, അവർ നിസ്സാരരാവുകയില്ല. അവരുടെ മക്കൾ പൂർവ്വകാലത്തേതുപോലെയാകും. അവരുടെ സമൂഹം എൻ്റെ മുൻപിൽ സുസ്ഥാപിതമാകും. അവരെ ദ്രോഹിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ രാജാവ് അവരിൽ ഒരാൾ തന്നെ ആയിരിക്കും. അവരുടെ ഭരണാധിപൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ വരും. എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും. അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും. അല്ലാതെ എന്നെ സമീപിക്കാൻ ആരാണ് ധൈര്യപ്പെടുക? കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ്, ക്രോധം ഉഗ്രമായ ചുഴലിക്കാറ്റായി ദുഷ്ടൻ്റെ തലയിൽ ആഞ്ഞടിക്കും. തൻ്റെ തീരുമാനങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ കർത്താവിൻ്റെ ഉഗ്രകോപം ശമിക്കുകയില്ല. അവസാന നാളുകളിൽ നിങ്ങൾ അത് ഗ്രഹിക്കും. 31-ാം അധ്യായം. ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ്. കർത്താവ് അരുളി ചെയ്യുന്നു: അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും. അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി.
ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. സമരിയ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽക്കുക, സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകാം എന്ന് എഫ്രായിം മലമ്പ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും. കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിനെ പ്രതി സന്തോഷിച്ചാനന്ദിക്കുവിൻ. ജനതകളുടെ തലവനെക്കുറിച്ച് ആഹ്ലാദാരവം മുഴക്കുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ, ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ. ഞാൻ അവരെ ഉത്തരദേശത്ത് നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. അന്ധരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അവർ. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിനു പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യജാതനും. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും, യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും. എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം, വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും. കർത്താവ് അരുളി ചെയ്യുന്നു. എഫ്രായിം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങെന്നെ ശിക്ഷിച്ചു. നുകം വയ്ക്കാത്ത കാളക്കുട്ടിക്കെന്ന പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി. എന്നെ തിരികെ കൊണ്ടുവരണമേ, മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ്. എനിക്ക് വഴി തെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ചു കരഞ്ഞു. ഞാൻ ലജ്ജിച്ചു തല താഴ്ത്തി. യൗവനത്തിലെ അവമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു. എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. കൈച്ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിൽ ഉറപ്പിക്കുക. ഇസ്രായേൽ കന്യകെ, മടങ്ങി വരിക. നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക. അവിശ്വസ്തയായ മകളെ, നീ എത്ര നാൾ അലഞ്ഞു തിരിയും? കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു. സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. പുതിയ ഉടമ്പടി. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. യൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലുമുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ, നീതിയുടെ പാളയമേ, വിശുദ്ധ പർവ്വതമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയും. യൂദായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു. എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു.
ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദാ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്താനും നട്ടുവളർത്താനും ശ്രദ്ധിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല. ഓരോരുത്തനും അവനവൻ്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക. പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കൂ. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്കു പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പമെന്നിയേ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും. അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രിയിൽ പ്രകാശിക്കാൻ ചന്ദ്രതാരങ്ങളെയും നൽകുന്ന, കടലിനെ ഇളക്കി അലകളെ അലറിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് എന്ന നാമം ധരിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഈ നിശ്ചിത സംവിധാനത്തിന് എൻ്റെ മുൻപിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനത എന്ന നിലയിൽ എൻ്റെ മുൻപിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോവുകയുള്ളൂ. കർത്താവ് അരുളി ചെയ്യുന്നു. മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ? എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ. കർത്താവ് അരുളി ചെയ്യുന്നു. ഹനാനേൽ ഗോപുരം മുതൽ കോൺ കവാടം വരെ വീണ്ടും കർത്താവിന് നഗരം പണിയുന്ന കാലം വരും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നഗരത്തിൻ്റെ അതിർത്തി ഗാരേബ് കുന്നുവരെ നേരെ ചെന്ന് ഗോവാഹിലേക്ക് തിരിയും. മൃതശരീരങ്ങളുടെയും ചാരത്തിൻ്റെയും താഴ്വരയും കെദ്രോൺ അരുവി വരെയുള്ള വയലുകളും കിഴക്ക് അശ്വകവാടത്തിൻ്റെ മൂല വരെയുള്ള സ്ഥലവും കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെടും. ഇനി ഒരിക്കലും അത് നശിപ്പിക്കപ്പെടുകയില്ല.